ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിന്റെ 39ാമത്തെ ദിനം. കൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 39ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇനിയുള്ളതായ യാത്രകൾ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള യാത്രകളായിരിക്കണം. ഇനിയുള്ളതായ യാത്രകൾ ക്രിസ്തുവിന്റെ കരം പിടിച്ചുകൊണ്ടുള്ളതായ യാത്രകളായിരിക്കണം. ഈ യാത്ര അവസാനിക്കുവാൻ അധികം ദിനങ്ങളില്ല. ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിതം നയിച്ച് ക്രിസ്തുവിനെ മുൻനിർത്തി ജീവിക്കുവാൻ, യാത്ര ചെയ്യുവാൻ നമുക്ക് ഇടയായിത്തീരണം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ളതായ വാക്യങ്ങൾ. Gospel according to Saint Mark, chapter 12, verse 41 through 44. ദേവാലയത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ ആളുകൾ നിക്ഷേപങ്ങൾ ഇടുന്നതിനെ യേശു നോക്കി നിൽക്കുകയാണ്. പല സമ്പന്നരും അധികമായി ഇടുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു വിധവ തന്റെ സമ്പാദ്യം മുഴുവനായി സമർപ്പിക്കുന്നത് യേശു കണ്ടു. അവൾക്കുണ്ടായിരുന്നതായ 2 വെള്ളിക്കാശ് അവൾ സമർപ്പിച്ചു. മനുഷ്യരുടെ കണ്ണിൽ അത് ചെറുതായിരുന്നു. പക്ഷേ യേശു കർത്താവ് പറയുകയാണ്, തനിക്കുള്ളതിന്റെ മുഴുവനും അവൾ സമർപ്പിച്ചു. എന്തുകൊണ്ടാണ് യേശു കർത്താവ് അപ്രകാരം പറഞ്ഞത്? കാരണം മറ്റുള്ളവർ അവരുടെ അധികത്തിൽ നിന്ന് കൊടുത്തു, എന്നാൽ അവൾ തൻ്റെ ജീവിതം തന്നെ കൊടുത്തു. ഇത് നമ്മെ ഒരു ആഴത്തിലുള്ള സത്യത്തിലേക്കാണ് നയിക്കുന്നത്. ദൈവം കാണുന്നത് നാം എത്ര കൊടുക്കുന്നു എന്നതല്ല, എങ്ങനെ കൊടുക്കുന്നു എന്നതാണ്. ഹൃദയത്തോടെയാണോ, വിശ്വാസത്തോടെയാണോ, ത്യാഗത്തോടെയാണോ നാം കൊടുക്കുന്നത്? ഈ വലിയ നോമ്പ് നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ ദൈവത്തിന് എന്താണ് കൊടുക്കുന്നത്? എൻ്റെ സമയവും എൻ്റെ കഴിവും എൻ്റെ സ്നേഹവും, ഇവയിൽ ഞാൻ എന്താണ് ദൈവത്തിന് കൊടുക്കുന്നത്? ഇവയിൽ സത്യസന്ധമായി ആണോ ഞാൻ ദൈവത്തിന് കൊടുക്കുന്നത്? നാം ചിന്തിക്കേണ്ടതാണ്. സമർപ്പണം വലിയതാകേണ്ടതില്ല, എന്നാൽ അത് പൂർണ്ണമായിരിക്കണം. സമർപ്പണം വലിയതാകേണ്ടതില്ല, അത് പൂർണ്ണമായിരിക്കണം. ദൈവത്തിന് പ്രിയമുള്ളത് ത്യാഗഹൃദയമാണ്. ഈ വിധവ നമ്മെ പഠിപ്പിക്കുന്നത്, കുറവുള്ളവർക്കും വലിയ സമർപ്പണം നൽകാം. കാരണം സമർപ്പണത്തിന്റെ മൂല്യം അളവിലല്ല, അത് ഹൃദയത്തിലാണ്. പ്രിയരേ, ഈ നോമ്പ് നാളുകളിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ദൈവത്തിന്റെ ഹിതം നമ്മിൽ നിറവേറ്റുവാനും ഇടയായിത്തീരണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരമകാരുണ്യവാനായ ദൈവമേ, എൻ്റെ ഹൃദയം പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലും ഞാൻ വിശ്വാസത്തോടെ നിന്റെ മുൻപാകെ സമർപ്പിക്കട്ടെ. എൻ്റെ സമർപ്പണം നിനക്ക് പ്രസാദകരമായി തീരണമേ. എൻ്റെ ജീവിതം മുഴുവനും നിന്നിലായിരിക്കാൻ ഇടയാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്നേഹത്തോടെ, ജോയൽ അച്ഛൻ.